യേശു ആരാണ്? എല്ലാവർക്കും അറിയാം യേശുവിനെ. ആരാണെന്ന് വ്യക്തമായിട്ട് പറയാൻ ആർക്കും പറ്റില്ല. ഒരു ചരിത്ര പുരുഷനാണ്. അതിലുപരി യേശുവിനെ വേറെ പ്രത്യേകതകളുണ്ടോ എന്ന് നമ്മൾ യേശുവിൻ്റെ കുറിച്ച് എഴുതിയിട്ടുള്ളത് ബൈബിളാണ്. യേശു എന്തിനാണ് വന്നത്? എന്തിനു വേണ്ടി മരിച്ചു? ഇനി ഇന്ന് വരുമോ? ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയത്തിൽ സമ്പാദിക്കുന്നത്. അമേരിക്ക ചെന്നുകൊണ്ട് സാഹിബിനോട് ചോദിച്ചാൽ ആൻഡ് വാട്ട് ഈസ് ദിസ് ഗുരുവായൂരപ്പൻ കൃഷ്ണൻ? ഇന്നോ എനിക്കറിയില്ല എന്ന് പറയും. പക്ഷെ യേശുവിനല്ല അതറിയും. അപ്പോൾ യേശു എന്തിനു വേണ്ടി വന്നു? മരിച്ചത് എന്തിനാണ്? ദൈവമാണ് അയച്ചത്. അത് പരിശോധിക്കുമ്പോൾ യേശുവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ യേശു വരും. ദൈവം യേശുവിനെ അയച്ചതാണ് ബൈബിളിൽ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ യേശു വന്നത് ഇങ്ങനെ ദൈവമെന്ന് ഒരാളുണ്ട്, യഹോവ എന്നുള്ള ആളുണ്ട്, ആ വ്യക്തിയുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകണം എന്ന് പറയുമ്പോൾ യേശു ദൈവം അയച്ചത് യേശു അതേപടി അനുസരിച്ച് യേശുവിനറിയാമായിരുന്നു കുരിശിൽ തറയ്ക്കുമെന്ന്. അതെല്ലാം സഹിച്ച് ചാട്ടവാർ നടികൊണ്ട് തീരാനഷ്ടം പോലെ യേശു കടന്നുപോയി. ഇത്രയും മനോഹരമായ ഒരു വ്യക്തിയെ കൊല്ലുക എന്തടിസ്ഥാനത്തിലാണ്? ദൈവമേ, സാത്താൻ യേശുവിനോട് ചോദിച്ചു, യേശു നീ ദൈവത്തിൻ്റെ പുത്രനല്ലേ? ഈ ലോകം മുഴുവൻ നിനക്ക് തരാം, നീ എന്നൊന്ന് വണങ്ങിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് സാത്താൻ്റെ ഭരണമാണെന്ന്. ഈ ലോകം മുഴുവനും സാത്താൻ്റെ ഭരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാത്താൻ ഉണ്ട് എന്ന്. സാത്താനെ പിടിച്ചു കെട്ടാൻ ഒരു സമയം വരും. യേശുവിനെ മലയുടെ മുകളിലേക്ക് കൊണ്ടുവരും. അവിടെയും പരീക്ഷണങ്ങൾ. എല്ലാത്തിലും വിജയിച്ചൊരു വ്യക്തി യേശു മാത്രമാണ്. അപ്പോൾ സാത്താൻ പറഞ്ഞു, ഈ ലോകം എൻ്റെ കയ്യിലാണ്, ഞാൻ നിനക്ക് തരാം, എന്നൊന്ന് വണങ്ങിയാൽ മതി. അപ്പോൾ യേശു പോ സാത്താനെ, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. അപ്പോൾ ഒരു കാര്യം വെറുതെ ചിന്തിക്കുക. യേശുവിനോട് സാത്താൻ പറഞ്ഞത് ഈ ലോകം എൻ്റെയാണെന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ മനസ്സിലായി ഈ ലോകം സാത്താൻ്റെയാണ്. ഇപ്പോൾ കന്യാസ്ത്രീകൾ ഇപ്പോൾ ടി വി കണ്ടതാണ്, ഞാൻ വെറുതെ ജാമത്തിൽ വിട്ടു അല്ലേ. ആൾക്കാർ പറയും ഈ പിണറായി ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി, ചിലർ പറയും നരേന്ദ്രമോദി ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി. ഇതൊന്നും അവരുടെ കുഴപ്പമല്ല, ഇത് സാത്താൻ്റെ ഒരു പ്രക്രിയയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഒരാൾക്കുമില്ല. ദൈവമേ, ബൈബിൾ വാക്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബൈബിള് വെറുതെ വായിച്ചുകൊണ്ടും കാര്യമില്ല. അപ്പോൾ നിത്യജീവൻ കിട്ടും. പറുദീസ ഉണ്ടാക്കിയ ദൈവം, ആദം ഹവ്വയെ സൃഷ്ടിച്ച ദൈവം അവരെ സുന്ദരമായി മരിക്കാനല്ല ജീവിപ്പിച്ചത്, നിത്യം ജീവിക്കാനാണ്. പാമ്പിൻ്റെ രൂപത്തിൽ സാത്താൻ വന്ന് ഇടപെട്ടു. ഇത് തിന്നാൽ ദൈവത്തെ പോലെ ആകും. ഹവ്വ പെണ്ണുങ്ങളെ പറ്റിക്കാനും പെണ്ണുങ്ങളെ കെണിയിൽ വീഴാനും ആണുങ്ങൾ പോകും. പരീക്ഷണത്തിൽ സാത്താൻ ജയിച്ചു.
യേശു ദൈവം അതറിഞ്ഞു, പർദീസിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ആദവും അവയും വോൾട്ടേജിൽ നിന്നും പുറത്തായി. ഒരു ഫാൻ സ്വിച്ചിടുമ്പോൾ കറങ്ങും. അത് ഓഫ് ചെയ്യുമ്പോൾ പയ്യെ 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 നിന്നു. അതാണ് 930 വർഷം ആദം ജീവിച്ചെന്ന് ബൈബിളിൽ പറയുന്നത്. അതിനുശേഷം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരെല്ലാം അതിൽ താഴെ വന്ന് ഇപ്പോൾ ഒരു 60, 70, 80 വയസ്സ് കിട്ടിയ ഭാഗ്യം. അച്യുതാനന്ദൻ 101 വയസ്സ് കഴിഞ്ഞ്. അപ്പം അതൊക്കെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? മരിക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ ഉണ്ടാക്കിയത്. പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയി. യേശു ദൈവപുത്രനാണ്. അതെന്താ യേശുവിനെ മരിച്ച്? യേശു വന്നത് ഇങ്ങനെ ഒരു പിതാവുണ്ടെന്നും നിങ്ങൾ സ്നേഹിച്ചാൽ അത് കിട്ടുമെന്നുമാണ് യേശു പറഞ്ഞത്. നിത്യജീവൻ. ദൈവമേ, ഈ നിത്യജീവൻ എങ്ങനെ കിട്ടും? യേശുവിൻ്റെ എല്ലാ ഗുണങ്ങളും, യേശുവിൻ്റെ എല്ലാ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും യേശുവിനുണ്ടായിരുന്നു. യേശുവിനെയാണ് ആദ്യം ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം യേശുവിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. അവസാനം മറുവില്ല. നിങ്ങൾക്കൊരു ദാനമായി തന്നതാണ് യേശുവിന്. യേശു പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ബൈബിളിൽ ചെന്ന് നോക്കുക. നിങ്ങൾക്ക് ദാനമായി തന്നതാണ് യേശുവിനെ. മറുവില കൊടുത്ത് നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത് യേശു വരും നിത്യജീവനായിട്ട്. അപ്പോൾ ഫാനിൻ്റെ വോൾട്ടേജ് കൊടുക്കും. ആ കത്തും. നമുക്ക് ദാരിദ്ര്യമില്ല, പട്ടിണിയില്ല, ഒന്നുമില്ല, മരണം പോലും ഇല്ലാത്ത ജീവിതം വരാൻ പോകുന്നത്. നോക്കിക്കോ, ബൈബിൾ പറഞ്ഞ സത്യമാണ്. കാരണം നിങ്ങൾ ബൈബിളെടുത്ത്, ബൈബിളിൽ കുറേ പ്രവചനങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാവും. ഞാൻ നുണ പറയുന്നതല്ല. എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റണത് എന്താ പറയുക, ദൈവമേ, ഞാൻ തോക്കിലൊരിക്കലും, ദൈവം എനിക്ക് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ പിടിച്ചു കയറും. ദൈവമേ, അവിടെ നിൽക്ക്. ദൈവമേ, യേശുവേ, എന്നെ സഹായിക്കണമേ. യേശു എന്നിലൂടെയല്ലാതെ പിതാവിൻ്റെ അടുത്ത് ആരും എത്തുന്നില്ല. നിത്യജീവൻ അവർക്കുള്ളതാണ്. ബൈബിളുണ്ട്. ഒരാൾ നിങ്ങൾക്ക് സമ്മാനം തരികയാണെന്ന് വെച്ചോ, ബർത്ത്ഡേ എന്ന് വെച്ചോ. ബർത്ത്ഡേക്ക് സമ്മാനം തരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അത് വേഗം തുറന്നു നോക്കാൻ നോക്കും. അതേപോലത്തെ ഒരു സമ്മാനമാണ് ബൈബിൾ. അത് നിങ്ങൾ തുറന്നു നോക്ക്. നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. ഈ മാമൻ മാപ്പിള പറഞ്ഞ പോലെ കമ്മ്യൂണിസം വരുമ്പോൾ ഞാൻ ചത്തു കളയൂ എന്ന് പറയുന്ന മാരല്ല ഞാൻ. യേശുവേ, കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, മൂടുമുണ്ട്. എങ്ങനെ അവതരിപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ് ആകെ പ്രശ്നം. മൊബൈൽ ഫോൺ എന്താ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മൊബൈൽ ഫോൺ ഇറങ്ങി നല്ല കാര്യം, എല്ലാത്തിനും സൗകര്യമാണ്. പിന്നെ സാത്താൻ വേറെ ഐഡിയ ചെയ്തു. സ്കൂളിൽ പഠിക്കണ ഈ മൊബൈൽ വേണം. എന്താ പ്രശ്നമായില്ലേ? പിന്നെ അവിടെ വെച്ച് താളം തെറ്റി. ദൈവമേ, കുട്ടികളെ രക്ഷിക്കാൻ ഉറപ്പുവരുത്തുക. അതാണ് ബോർഡ്. കുട്ടികളെ സുരക്ഷ രക്ഷിക്കാൻ ഉറപ്പുവരുത്തുക. അപ്പോൾ യേശുവേ, ഞാൻ പറഞ്ഞു വന്നത് നിത്യജീവൻ, നിത്യം മരിക്കാതെ ജീവിക്കുന്ന ആഗ്രഹമുള്ളവർ യേശുവിനെക്കുറിച്ച് പഠിക്കുക, ബൈബിളെക്കുറിച്ച് അറിഞ്ഞ് വെറുതെ വായിച്ചുകൊണ്ട് കാര്യമില്ല. അത് മനസ്സിലാക്കി തന്നെ അവരോട് പറയും, ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു ടീം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബൈബിൾ പറയുന്ന വരുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളറിയുക, നിത്യം ജീവിക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഞാൻ പൊട്ടനാണെന്ന് വിചാരിക്കും. ഡാർവിൻ്റെ സിദ്ധാന്തത്തിലൂടെ ഞാൻ കരുത്തിട്ട് പറയുന്നത് അത് തെറ്റാണ്.
പുരോഗമനവാദിക്കാരോട് പറയുന്നു നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ്. അച്ഛന്മാരോട് പറയുന്നു നിങ്ങൾ കുർബാന തെറ്റാണ്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, ദൈവം ഉടനെ തന്നെ ഇടപെടും. യേശുവേ, ഇവരെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും? എല്ലാവരും തെറ്റുകാരാണ്. അച്ഛന്മാർ പറയുന്നത് വേറെ, ചെയ്യുന്നത് വേറെ. നമ്പൂരി ചെയ്യണത് വേറെ, പറയുന്നത് വേറെ. ഉസ്താദുമാർ ചെയ്യണത് എന്നെ അവരെ കുറിച്ച് സ്വർഗത്തിൽ പോകുമെന്ന് പറയണേ. എന്നിട്ട് 7ഉം 10ഉം കെട്ടി ജീവിക്കും, അവിടെ ജീവിക്കും സുഖമായിട്ട്. കള്ളും ചാരായും എന്താണ് പറയണ മണ്ടന്മാർ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകാൻ പോകുന്നത്. ബൈബിളിൽ ഒരു കാര്യം സത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പുറപ്പാട് 20-ാം അധ്യായത്തിൽ ആകാശത്തിൻ്റെ കീഴിലോ ഭൂമിയിലോ വെള്ളത്തിൻ്റെ അടിയിലോ ഉള്ള യാതൊരു വസ്തുവിൻ്റെ വിഗ്രഹങ്ങളോ സ്വരൂപങ്ങളോ നിർമ്മിക്കരുത്, അവയ്ക്ക് മുന്നിൽ പ്രണയമർപ്പിക്കുക പോലും ചെയ്യരുത്. പുറപ്പാട് 20-ാം അധ്യായം എടുത്ത് നോക്ക്. തെറ്റാം ശരിയാണോ എന്ന് നോക്ക്. ദൈവമേ, എൻ്റെ കാര്യങ്ങൾ കുറേ പറയാനുണ്ട്. ഞാൻ എന്താണ് ഇങ്ങനെ ആയത്? എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ ചിന്തിക്കണം? ഇവന് വട്ടാണോ? യേശു ക്രിസ്തു വന്നപ്പോൾ വട്ടാണെന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവമേ, എന്നോട് രക്ഷിക്കാൻ എൻ്റെ ഡ്യൂട്ടിയാണ്. എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും ശക്തമായിട്ട്. ആരും അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ ഡ്യൂട്ടി ഞാൻ നിർവഹിക്കും. അത് പട്ടിണിയായാലും സന്തോഷമായാലും ഞാൻ അത് സ്വീകരിക്കും. എന്നെ ചതിക്കില്ല ദൈവം. ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പറയണം, ദൈവമേ, എന്നോട്, ഈ ജനങ്ങളോട് കരുണ കാണിക്കണേ. ഒരാൾ പോലും നശിച്ചു പോവാതിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അറ്റ്ലീസ്റ്റ് മാർപ്പാപ്പ പോലും. ദൈവമേ, ഇത് വിഡിതമാണെന്നോ കുട്ടിക്കളിയാണെന്നോ അവൻ മണ്ടനാണെന്നോ വിചാരിച്ചു എനിക്കൊരു പ്രശ്നമില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വെളിപാടിൽ, മുടന്തൻ മാനിനെ പോലെ ചാടും, കുരുടൻ്റെ കണ്ണു തുറക്കപ്പെടും, പർവ്വതങ്ങളിൽ ധാന്യം ശേഖരിക്കും, മരണവും ദുഃഖവും നിർവിളിയും ഉണ്ടാവില്ല. ദൈവം വരുത്താൻ പോകുന്നു. ദൈവമേ, ഇത് പറഞ്ഞിട്ട് പോലും ജനം കേൾക്കുന്നില്ലെങ്കിൽ അവരനുഭവിക്കും. ഇത്രയും ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ മറ്റന്നാളോ എപ്പോഴെങ്കിലും കാണാം. ദൈവമേ, ഇവരോട് ക്ഷമിക്കാനേ.